മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് കാസർഗോഡ് നാലത്തടുക്കയിൽ വീട്ടമ്മ ജസീൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിന്റെ മാതാവ് ആയിഷ അറസ്റ്റിൽ. വിദ്യാനഗർ പോലീസാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. KV ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, ഏറ്റവും ഒടുവിലത്തെ വിവരം. ഹരി, ഇതിൽ ഏറ്റവും പ്രധാനം 15 ദിവസത്തിന് ശേഷം ജസീലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിൽ ആൺ സുഹൃത്തിന്റെ മാതാവ് ആയിഷയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവരെ വനിതാ ജയിലിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വലിയ തോതിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിഷേധം ഉയർന്നു. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപം ഉയർന്നു. അതിനൊടുവിലാണിപ്പോൾ ഈ ആയിഷ ആൺ സുഹൃത്തിന്റെ മാതാവ് ഇവരായിരുന്നു ഈ ജസീലയ്ക്കെതിരെ ഈ സ്വർണം മോഷണം നടത്തിയെന്ന് ആദൂർ പോലീസിൽ പരാതി നൽകിയിരുന്നത്. ആ പരാതി വ്യാജമാണെന്നും തന്നെ ഇത്തരത്തിൽ കള്ളിയാക്കാൻ ശ്രമിക്കുമെന്നും ആരോപിച്ചായിരുന്നു ഇവർ ആത്മഹത്യ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു വീഡിയോയും ചിത്രിച്ചായിരുന്നു ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ മരണമൊഴിയായി ഇത് കണക്കാക്കി ഈ മാതാവിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതോടൊപ്പം ആൺ സുഹൃത്തിനെയും വിശദമായി ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇന്ന് രാവിലെയാണ് ഉന്നതതല യോഗം പോലീസിന്റെ ചേർന്നത്. അതിനുശേഷമാണ് ഇവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. 10 മണിയോടുകൂടി ആയിഷ വിദ്യാനഗർ പോലീസിലെത്തുകയും പിന്നീട് ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ അറസ്റ്റ് ആത്മഹത്യാ പ്രേരണ കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നു. ഇനി ആൺ സുഹൃത്ത് അഫ്രീദിനെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം, അതിനൊടുവിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. കൂടുതൽ അന്വേഷണം ഇനിയും ഉണ്ടാവുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഹരി, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.